സൈപ്രസിലെ ലാർനാക്കയിലുള്ള ക്രൗൺ റിസോർട്ടിൽ ഞാൻ താമസിക്കുന്ന 68 നമ്പർ മുറിയിലിരിക്കുകയാണ് ഞാൻ. ഹുസൈൻ വരുമെന്ന് പറഞ്ഞിരിക്കുന്നത് 5 മണിക്കാണ്. ഇപ്പോൾ 4:30 കഴിഞ്ഞിട്ടേ ഉള്ളൂ. സ്റ്റെലിയോസ് വളരെ വേഗത്തിൽ വണ്ടി ഓടിച്ച് 140 കിലോമീറ്റർ സ്പീഡിൽ വണ്ടി ഓടിച്ച് എന്നെ ഇവിടെ കൊണ്ട് ഇറക്കി വിട്ടിട്ട് പോയി. അപ്പോൾ അവർ അരമണിക്കൂറുടെ സമയമുണ്ട്. ഞാൻ പെട്ടെന്നൊന്ന് കുളിച്ചു, ഫ്രഷായി, ലഗേജെല്ലാം പാക്ക് ചെയ്തു, എടുത്തു. അപ്പോഴേക്കും എനിക്കൊരു ഫോൺ വന്നു, ഹുസൈൻ്റെതാണ്. ഞാനിതാ താഴത്തെ റെസ്റ്റോറൻറ്റിൽ വെയിറ്റ് ചെയ്യുന്നു, പെട്ടെന്ന് താഴേക്ക് വന്നോളൂ. ഞാൻ ബാഗൊക്കെ എടുത്ത് പുറത്തേക്ക് ചെന്നു, ചെക്കൗട്ട് ചെയ്തു. റെസ്റ്റോറൻറ്റിൽ ഹുസൈൻ കാത്തിരിക്കുന്നുണ്ട്. സത്യത്തിൽ ഞാൻ ഹുസൈനെ ആദ്യമായിട്ട് കാണുകയാണ്. കാണാത്ത നിരവധി ആളുകളാണ് സഞ്ചാരത്തിൻ്റെ ഇക്കാലം എത്രയുമുള്ള എൻ്റെ യാത്രകളിൽ എനിക്ക് സുഹൃത്തുക്കളായി മാറിയതും എന്നെ സഹായിച്ചിട്ടുള്ളതും ഒക്കെ. അവരെ പലപ്പോഴും ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. പക്ഷേ എത്രയോ കാലത്തെ ബന്ധമുള്ള മട്ടിലാണ് അവരൊക്കെ എന്നോട് പെരുമാറുന്നത്, എന്നെ സഹായിക്കുന്നത്. ഹുസൈൻ ഒരു കാപ്പിയൊക്കെ കുടിച്ച് അങ്ങനെ ഇരിക്കുകയായിരുന്നു. ഞങ്ങൾ പെട്ടെന്ന് തന്നെ യാത്ര പുറപ്പെടാൻ തീരുമാനിച്ചു. കാരണം ഇന്ന് നമുക്ക് പാഫോസിലെത്തണം. പാഫോസിലാണ് ഇന്ന് രാത്രി താമസിക്കുന്നത്. പാഫോസിലേക്ക് ഏതാണ്ട് 100 ചില്ലുവാനും കിലോമീറ്റർ ദൂരമുണ്ട്. കടൽ തീരത്തു കൂടിയുള്ള യാത്രയാണ്. പടിഞ്ഞാറൻ തീരത്തേക്കാണ് യാത്ര. ഈ ലാർനാക്ക സൈപ്രസിൻ്റെ ഏതാണ്ട് മധ്യഭാഗത്തായിട്ടാണ്. കടൽ തീരമാണെങ്കിലും മധ്യഭാഗത്താണ്. അവിടുന്ന് വീണ്ടും പടിഞ്ഞാറോട്ട് ദീർഘദൂരം യാത്ര ചെയ്യണം. തീരത്തുകൂടെ തന്നെ ലിമോസോൾ എന്ന് പറയുന്ന ഒരു വലിയ ടൂറിസ്റ്റ് സിറ്റിയൊക്കെ പിന്നിടണം. ഹുസൈൻ ഈ ലാർനാക്ക സിറ്റി വന്നിട്ട് ഒരു കാറൊക്കെ റെൻറ്റിനെടുത്തിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു ഫോക്സ് വാഗൻ്റെ ഒരു കാറ്. അവിടുത്തെ ഇൻ്റർനാഷണൽ ഡ്രൈവിംഗ് ലൈസൻസൊക്കെ ഉണ്ട്. അദ്ദേഹത്തിന് സുപരിചിതമാണ് ഈ നാട്. ലാർനാക്കയുടെ ഏതാണ്ട് വടക്ക് ഭാഗത്ത് നഗരത്തിന് പുറത്തുകൂടെ ചെല്ലുമ്പോൾ അവിടെ ഗംഭീരമായൊരു കാഴ്ച യാത്രക്കിടെ കണ്ടു. അതായത് കുറേ ആർച്ചുകൾ, വളരെ ഉയരത്തിൽ പണിത കുറേ ആർച്ചുകളാണ്. സംഭവം ഒരു അക്വാഡക്റ്റാണ്. കല്ലുകൾ കൊണ്ട് ആർച്ചുകളുണ്ടാക്കി ആ ആർച്ചിന് മുകളിൽ വലിയൊരു പാലം പോലെ, ഒരു പാത്തി പോലെ കൂറ്റനൊരു പാത്തി പണിത് ഈ പാത്തിക്കകത്തൂടെ ജലം ഒഴുക്കിക്കൊണ്ട് പോവുക. ഒരു മലയിൽ ഒരു നീരുറവയുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു നദി ഒഴുകുന്നുണ്ടെങ്കിൽ ആ മലയിലെ നദിയിൽ നിന്ന് താഴ്വാരത്തെ കടന്ന് അടുത്ത കുന്നിൻ്റെയോ മലയുടെ മുകളിലുള്ളൊരു പട്ടണത്തിലേക്ക് വെള്ളം എത്തിക്കുന്നത് എങ്ങനെയാണ് പണ്ടൊക്കെ. ഇന്ന് ഇലക്ട്രിസിറ്റി ഉണ്ട്, പമ്പ് ചെയ്ത് കയറ്റാം, മറ്റു പല സാധ്യതകളുണ്ട്. അക്കാലത്ത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മനുഷ്യൻ ഒരു മലയിലെ ജലസ്രോതസ്സിൽ നിന്ന് അല്ലെങ്കിൽ മലമുകളിലെ ഒരു അരുവിയിൽ നിന്ന് വെള്ളം അകലെയുള്ള പല പർവ്വതങ്ങളും മലകളും താണ്ടി മറ്റൊരു മലയുടെ മുകളിലോ താഴ്വാരത്തോ ഒക്കെയുള്ള ഒരു പ്രദേശത്തേക്ക് വെള്ളം എത്തിക്കണമെങ്കിൽ അക്കാലത്ത് ഉണ്ടാക്കിയ സംവിധാനമാണ് ആ സോഴ്സിൻ്റെ, ജലസ്രോതസ്സിൻ്റെ അതേ ഉയരത്തിൽ പാലം പണിയുക. എവിടെയാണോ എത്തേണ്ടത് ആ ഭാഗം വരെ അതേ ഉയരത്തിൽ പാലം പണിയുക. അങ്ങനെ വരുമ്പോൾ ചില ഭാഗങ്ങളിലെത്തുമ്പോൾ വലിയ ഉയരത്തിലായിരിക്കും ഈ തൂണുകൾ. 10-15 നില കെട്ടിടത്തേക്കാൾ ഉയരമുള്ള അക്വാഡക്റ്റുകൾ ലോകത്ത് പലയിടത്തും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അതിബൃഹത്തായ ഗംഭീരമായ ഒരു അക്വാഡക്റ്റാണ് ഇത്. പക്ഷേ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പല്ല. ഓട്ടോമൻ തുർക്കികളുടെ ഈ പ്രദേശത്തെ ഗവർണറായിരുന്ന ബക്കീർ പാഷ എന്ന് പറയുന്ന ഒരു ഗവർണർ പണിയിച്ചതാണത്. ഈ ബക്കീർ പാഷ വളരെ ജനകീയനായിരുന്നു. ബക്കീർ പാഷ അക്വാഡക്റ്റ് എന്നാണ് അതിൻ്റെ പേര് തന്നെ. അവിടെ നിന്ന് ഞാൻ കുറേ ഷോട്ടുകളെല്ലാം എടുത്തു. മനോഹരമായൊരു കാഴ്ചയാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ പോകുന്നത് വീണ്ടും യാത്ര ചെയ്യാണ്. യാത്ര ചെയ്ത് പോകുമ്പോൾ പുതിയ മോഡേൺ നിരവധി വീടുകൾ, പുതിയ ടൗൺഷിപ്പുകൾ ഒക്കെ കാണാം. ഇതൊക്കെ ഈ സൈപ്രസുകാരുടേതല്ല. ഈ സൈപ്രസിലേക്ക് 2000 ആണ്ടിനൊക്കെ ശേഷം ധാരാളം ആളുകൾ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ച് അതിശൈത്യമുള്ള സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിൽ നിന്ന് ധാരാളം ആളുകൾ ഇവിടെ വന്ന് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിൽ ഇൻവോൾവാണ്. അവർ പ്രോപ്പർട്ടികൾ വാങ്ങുന്നു, അല്ലെങ്കിൽ വീടുകൾ, വില്ലകളൊക്കെ വാങ്ങുന്നു, ഒരു ഇൻവെസ്റ്റ്മെൻറ്റായിട്ട് സൂക്ഷിക്കുന്നു. അത് അവിടെ ആ നാട്ടിൽ ഭയങ്കര തണുപ്പുള്ള നാളുകളിൽ അവരിവിടെ വന്ന് താമസമാക്കും, വെക്കേഷൻ ഇവിടെ വെച്ച്. തന്നെയല്ല, നിരവധി IT കമ്പനികളും ഒക്കെ ഇപ്പോൾ അവിടെ വളർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളുടെ, സമ്പന്നരുടെ വില്ലേജുകളൊക്കെ പിന്നിട്ട് നമ്മൾ പോയിട്ട് ലിമോസോളിലേക്ക് എത്തുകയാണ്. ഈ ലിമോസോളിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ, ലിമോസോൾ എന്ന് പറയുന്ന പട്ടണം തന്നെ ടൂറിസ്റ്റുകൾക്ക് വേണ്ടി ഉണ്ടാക്കിയതാണെന്ന് നമുക്ക് തോന്നും. സൈപ്രസ് എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വിഷ്വൽസ് കണ്ടല്ലോ, ഏതാണ്ട് ഒരു അർദ്ധ മരുഭൂമി പോലെ വരണ്ട ഭൂപ്രദേശമാണ്. അത് സിറിയ ആണെങ്കിലും ജോർദാൻ ആണെങ്കിലും ലെബനോൻ ആണെങ്കിലും കടലിനകത്ത് കിടക്കുന്നൊരു ദ്വീപാണെങ്കിലും സൈപ്രസും അല്ലെങ്കിൽ ഗ്രീസിൻ്റെ പല ദ്വീപുകളും ഒക്കെ ഏതാണ്ടൊരു വരണ്ട സ്വഭാവമുള്ളതാണ്. ഒരു മെഡിറ്ററേനിയൻ ക്ലൈമറ്റ് എന്ന് വേണേൽ പറയാം. ചുണ്ണാമ്പ് പാറകളും ചുണ്ണാമ്പ് കല്ലുകളും, അവിടെയൊക്കെ പച്ചപ്പുണ്ടെങ്കിൽ കൂടി ഒലിവ് മരങ്ങളൊക്കെയാണ് അവിടെ പ്രധാനമായിട്ടും വളരുന്നത്. ഒരു വരണ്ട ഭൂമിയാണ്. ഈ വരണ്ട ഭൂമി ആണെങ്കിൽ കൂടി ഇവിടേക്ക് ആയിരക്കണക്കിന് ടൂറിസ്റ്റുകൾ എത്തുന്നു. ഗംഭീരമായ ബീച്ചുകളുണ്ട്, ബീച്ചുകളിൽ നിരവധിയായ ആക്ടിവിറ്റികളുണ്ട്, അതിമനോഹരങ്ങളായ റെസ്റ്റോറൻറ്റുകളുണ്ട്. ടൂറിസത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ് ഇന്ന് സൈപ്രസ്. ഈ സൈപ്രസിലെ ലിമോസോളും പാഫോസും ഒക്കെ കണ്ടു കഴിയുമ്പോഴാണ് എങ്ങനെയാണ് ടൂറിസത്തിലൂടെ ഒരു നാട് വളരുന്നതെന്നും ടൂറിസത്തിൻ്റെ ബെനിഫിറ്റ്, പ്രയോജനം എങ്ങനെയാണ് ഒരു നാട്ടുകാർക്കൂടെ കിട്ടുന്ന രീതിയിൽ വളർത്തുന്നതെന്നും കാണണമെങ്കിൽ, പഠിക്കണമെങ്കിൽ നമ്മൾ ഈ സൈപ്രസിൽ പോകണം.
നമ്മുടെ നാട്ടിൽ നടക്കുന്ന ചെറിയ ചെറിയ അഭ്യാസ പ്രകടനങ്ങളൊന്നും അല്ല ടൂറിസത്തിന് വേണ്ടതെന്ന് പലപ്പോഴും നമുക്ക് മനസ്സിലാകുന്നത് ഈ ലിമോസോളോ പാഫോസോ ഒക്കെ പോലുള്ള സൈപ്രസിൻ്റെ പല ടൂറിസ്റ്റ് പട്ടണങ്ങളും കാണുമ്പോഴാണ്. ഈ ലിമോസോളിലേക്ക് എത്തുമ്പോൾ അതിൻ്റെ ബീച്ച് ഏരിയയിലൂടെ നമ്മൾ പോകുമ്പോൾ കാണുന്നത് മുഴുവൻ റിസോർട്ടുകളും ഹോട്ടലുകളുമാണ്. സാംസ്കാരിക കേന്ദ്രങ്ങളാണ് ശരിക്ക് പ്രവർത്തിക്കുന്ന ഹോട്ടലുകളും റിസോർട്ടുകളുമൊക്കെ. അവിടെ വൈകുന്നേരങ്ങളിൽ നടക്കുന്നത് ആ നാടിൻ്റെ തനതായ കലാപ്രവർത്തനങ്ങൾ, സാംസ്കാരിക പരിപാടികൾ, അവിടുത്തെ ആർക്കിയോളജി, അവരുടെ ചരിത്രം, അവരുടെ സംസ്കാരം, ഇതൊക്കെ പഠിക്കാൻ നാനാഭാഗത്തു നിന്ന് ആളുകൾ അത് പ്രതീക്ഷിച്ച് വന്ന് താമസിക്കുന്ന സ്ഥലങ്ങളാണിതൊക്കെ. അവിടെ വന്ന് ഓരോ ആളും താമസിക്കുമ്പോൾ ഒരു രാത്രിക്ക് 10,000, 20,000, 30,000 രൂപ വെച്ച് വിദേശ നാടുകളിൽ നിന്ന് അന്യനാടുകളിൽ നിന്ന് വരുന്നവർ പണം മുടക്കുകയാണ്. അവരങ്ങനെ 15,000, 20,000, 30,000 രൂപയൊക്കെ മുടക്കി, ചിലതിന് 50,000, 1,00,000 രൂപ വരെ ഒരു രാത്രിക്ക് വാടകയുള്ള മുറികളുണ്ട്. നമ്മളതിൽ വിഷമിക്കുകയല്ല വേണ്ടത്. അവർ 1,00,000 അല്ലെങ്കിൽ 5,00,000 രൂപ ഒരു രാത്രിക്ക് മുടക്കട്ടെ എന്ന് കാണുകയും അതിനുള്ള പ്രോത്സാഹനം കൊടുക്കുകയും ചെയ്യേണ്ടത്. അങ്ങനെ മുടക്കുന്ന പണം ആ ഹോട്ടലിൻ്റെ മുതലാളിക്ക് മാത്രമല്ല കിട്ടുന്നത്, അവിടെ ജോലി ചെയ്യുന്ന ആളുകളിലേക്ക് എത്തുന്നു, അവിടേക്ക് സാധനങ്ങൾ സപ്ലൈ ചെയ്യുന്ന ആളുകളിലേക്ക് എത്തുന്നു, അവിടേക്ക് ടാക്സി സർവീസും കാർ ഓട്ടം നടത്തുന്ന ആളുകളിലേക്ക് എത്തുന്നു, എന്തിനേറെ അവിടേക്ക് ഭക്ഷ്യവസ്തുക്കൾ സപ്ലൈ ചെയ്യുന്ന ആളുകളിലേക്ക്, അവിടുത്തെ ലോണ്ടറി വർക്കുകൾ, അവിടുത്തെ തുണി അലക്കുന്ന, ഹോട്ടലിലെ ബെഡ്ഷീറ്റും പുതപ്പും ഒക്കെ അലക്കുന്ന ആളുകളിലേക്ക് മാത്രമല്ല, ഒരു 20 മുതൽ 30% വരെ ഈ കിട്ടുന്ന തുക ഗവൺമെൻറ്റിലേക്ക് ടാക്സായിട്ട്, GST ആയിട്ട് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ടാക്സായിട്ടൊക്കെ പോകുന്നു. ഗവൺമെൻറ് ആ പണം എടുത്താണ് സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. നമ്മുടെ ഗവൺമെൻറ് പലപ്പോഴും പണമില്ലായ്മയെക്കുറിച്ച് പരാതിപ്പെടുമ്പോൾ അതിൻ്റെ കാരണം എന്താണ്? ഇത്തരം സംരംഭങ്ങൾ അധികമുണ്ടാകുന്നില്ല. സംരംഭങ്ങളുണ്ടെങ്കിൽ മാത്രമേ സർക്കാരിന് വരുമാനം ഉണ്ടാകുകയുള്ളൂ. സർക്കാരിന് നോട്ടടിച്ച് വരുമാനം ഉണ്ടാക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ ഇത്തരത്തിൽ മറ്റ് വിഭവങ്ങളൊന്നുമില്ലാത്തൊരു നാട്, പ്രകൃതി വിഭവങ്ങളോ കൃഷിക്ക് അനുയോജ്യമായ ധാരാളം ഭൂമിയോ ഒന്നും അധികമില്ലാത്തൊരു നാട് ഈ മിഡിൽ ഈസ്റ്റിൽ പിടിച്ചു നിൽക്കുന്നത് ടൂറിസം കൊണ്ടാണ് നമ്മൾ അത്ഭുതത്തോടെ കാണുക. അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണങ്ങളിലൊന്നാണ് ദുബായ്. 500-ലേറെ മുറികളുള്ള 6 or 7 5 സ്റ്റാർ ഹോട്ടലുകൾ കടന്നാണ് ഞങ്ങൾ കടന്നു പോകുന്നത്. അപ്പോൾ ഹുസൈന് ഈ ട്രാവൽ ഇൻഡസ്ട്രി ആയിട്ട് ഭാഗമായിട്ട് പ്രവർത്തിക്കുന്നതുകൊണ്ട് ഹുസൈൻ ഇതിൻ്റെ എല്ലാം കഥ പറഞ്ഞു തരുന്നുണ്ട്, ഇതിൻ്റെയൊക്കെ ചരിത്രം പറഞ്ഞു തരുന്നുണ്ട്, ഇവരുടെ ആ ടൂറിസം വളർച്ചയുടെ സാധ്യത. അവർ സൈപ്രസ് എയർലൈൻസ് എന്ന് പറഞ്ഞാൽ എയർലൈൻ തന്നെ ആരംഭിക്കാനുള്ള കാരണം ഈ യൂറോപ്പിൽ നിന്നും മറ്റു പ്രദേശങ്ങളിൽ നിന്നും ഒക്കെ എത്തുന്ന ടൂറിസ്റ്റുകൾക്ക് വേണ്ടി അവർ എയർലൈൻ തന്നെ ആരംഭിച്ചിരിക്കുകയാണ്. നമ്മൾ വീണ്ടും യാത്ര ചെയ്ത് ഈ ലിമോസോളിൻ്റെ പ്രദേശമൊക്കെ പിന്നിട്ട് യാത്ര ചെയ്യുമ്പോൾ ഇടയ്ക്ക് വഴിയിൽ ചില പ്രകടനക്കാരെയൊക്കെ കാണും. അവർ സൈക്കിളിലാണ് പ്രകടനം. അതിനെയൊക്കെ പിന്നിട്ട് നമ്മൾ ഓടി രാത്രിയായപ്പോഴത്തേക്കും നമ്മൾ പാഫോസിലേക്ക് എത്തുകയാണ്. ഹുസൈൻ എന്നോട് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, പാഫോസിലെ ഹോട്ടൽ ബുക്ക് ചെയ്യേണ്ട, ഞാൻ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഹോട്ടലുണ്ട്, അവിടെ താമസിക്കാം. അപ്പോൾ എനിക്കൊരു സംശയമുണ്ട്, ഈ സുഹൃത്തിൻ്റെ ഒക്കെ ഹോട്ടലിൽ പോയി താമസിക്കണോ? നമുക്ക് മുറി ബുക്ക് ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. ഞാൻ പലതവണ ചോദിച്ചു, ഞാനങ്ങ് ബുക്ക് ചെയ്തേക്കാം. വേണ്ട, നമുക്ക് ഒരു സുഹൃത്തുണ്ട്, അദ്ദേഹത്തിൻ്റെ ഹോട്ടലുണ്ട്, നമുക്കവിടെ പോയി താമസിക്കാം. ഒരു വലിയൊരു ക്യാമ്പസിനകത്തേക്ക് കയറുകയാണ്. ഒരു വലിയൊരു ഗേറ്റ് കടന്നിട്ട് ക്യാമ്പസിനകത്തേക്ക്. ആ ക്യാമ്പസിനകത്ത് കയറി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഞെട്ടിപ്പോകുന്ന ഫെസിലിറ്റികളാണ്. വമ്പനൊരു ക്യാമ്പസ്. ഈ ഗേറ്റ് മുതൽ അങ്ങോട്ടുള്ളതെല്ലാം നമ്മൾ കാണുന്നത് ഒരു ഗ്രീക്ക് റോമൻ കാലഘട്ടത്തിലെ ഒരു കെട്ടിട കോംപ്ലക്സാണ് നമുക്ക് തോന്നുന്ന മട്ടിൽ പണിത് വെച്ചിരിക്കുന്ന ഒരു റിസോർട്ടാണ്, ഒരു ഹോട്ടലാണ്, ഒരു റിസോർട്ടാണ്. ഈ ഹോട്ടലിൻ്റെ പേര് എലീസിയം എന്നാണ്. എലീസിയം. ഈ എലീസിയത്തിൽ ഏതാണ്ട് 300-ലേറെ റൂമുകളുണ്ട്. ഹുസൈന് കാർ കൊണ്ടുപോയി റിസപ്ഷൻ്റെ മുമ്പിൽ കൊണ്ടുപോയി വണ്ടി നിർത്തി. അപ്പോഴത്തേക്ക് ഒരു ജീവനക്കാരൻ വന്നു, താക്കോലൊക്കെ മേടിച്ചു, വണ്ടി മാറ്റിയിടാൻ വണ്ടി എടുത്തുകൊണ്ട് അയാൾ പോയി. ഞങ്ങൾ റിസപ്ഷനിലേക്ക് ചെന്നു. ഹുസൈന് അവിടുത്തെ മാനേജറെ കാണണമെന്ന് പറഞ്ഞു. മാനേജറുണ്ട്, രാത്രി ഡ്യൂട്ടിയുള്ള മാനേജറുണ്ട്. അദ്ദേഹം വന്നു, ഇവരെന്തോ സംസാരിച്ചു. അപ്പോഴത്തേക്കും വേറെ 2 ജീവനക്കാർ വന്നു. ഹൃദ്യമായൊരു സ്വീകരണമായി. ഈ ഹോട്ടലിൻ്റെ ലോബിയിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു പോകുന്ന, അല്ലെങ്കിൽ ഞാൻ അതുവരെ താമസിച്ചിട്ടുള്ളതിൽ ഏറ്റവും ആഡംബരത്തെന്ന് പറഞ്ഞ ഹോട്ടലുകളിലൊന്നാണ് ഞാൻ കണ്ടിട്ടുണ്ട് പല ഹോട്ടലുകളും, പക്ഷേ താമസിച്ചിട്ടുള്ളതിൽ ഏറ്റവും ആഡംബരത്തെന്ന് പറഞ്ഞ ഹോട്ടലുകളെന്ന്. അപ്പോൾ ഞാൻ രഹസ്യമായിട്ട് ഹുസൈനോട് ചോദിച്ചു, ഇത് എത്രയാവും മുറിവാടക ഇവിടെയൊക്കെ ഹോട്ടലിൽ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതെത്രയാവട്ടെ, നമ്മുടെ കൂട്ടുകാരൻ്റെയാണ്, പേടിക്കാനൊന്നുമില്ല. അവിടുത്തെ ഏറ്റവും കുറഞ്ഞ നിരക്കുള്ള മുറിക്ക് ഒരു രാത്രിക്ക് 35,000 രൂപയാണ്. നമ്മുടെ ഇന്ത്യൻ രൂപയിൽ 35,000 രൂപ. അപ്പോൾ ഞങ്ങൾ 2 പേർക്ക് 2 മുറിയാണ്. അപ്പോൾ തന്നെ 70,000 രൂപ ഏറ്റവും ചുരുങ്ങിയത്. പിന്നെ ടാക്സ് ഉണ്ടാവും, കാരണം ഇത് ഏറ്റവും ചെറിയ മുറിയല്ല, ഏറ്റവും മിനിമം ടാരിഫുള്ള ഒരു മുറിയുമല്ല ഞങ്ങൾക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ അവിടേക്ക് ഒരു ജീവനക്കാരൻ ഞങ്ങളെ നയിച്ചു. കയറി ചെല്ലുന്നു. ഈ മുറിക്കകത്ത് ചെല്ലുമ്പോൾ ഉണ്ടല്ലോ, ഈ മുറിക്കാകൻ 2 നിലയാണ്. താഴത്തെ നില ഒരു ഡ്രോയിങ് റൂം പോലെയാണ്. ഒരു ചെറിയ കിച്ചണറ്റുണ്ട്, സോഫയൊക്കെ ഇട്ടാൽ നമുക്ക് ഗസ്റ്റുകളൊക്കെ വന്നാൽ ഇരിക്കാവുന്ന, ടെലിവിഷൻ കാണാവുന്ന ഒരു സ്ഥലമുണ്ട്. അവിടുന്ന് സ്റ്റെയർ കയറി മുകളിലേക്ക് ചെന്ന് കഴിയുമ്പോൾ മുകളിലത്തെ തട്ടാണ് ബെഡ്റൂം. മുകളിലും താഴെയും ടോയ്ലറ്റ്സ് ഉണ്ട്, 2 ടോയ്ലറ്റുകളുണ്ട്. അതിഗംഭീരമായൊരു മുറി. അത്താഴം കഴിച്ച് അന്ന് കിടന്നുറങ്ങി. രാവിലെ ഉണർന്നെഴുന്നേൽക്കുമ്പോൾ കാണുന്നത് ഈ പിന്നിലെ ബാക്കിലെ കർട്ടൻ, ജനലിൻ്റെ കർട്ടൻ മാറ്റി ഞാനങ്ങ് നോക്കുമ്പം അതിഗംഭീരമായൊരു കാഴ്ചയാണ്. ഇങ്ങനെ പുൽമേട്, ഉദ്യാനം അങ്ങനെ പരന്ന് നീണ്ടു കിടക്കുകയാണ്.
ഇതിനകത്തൊരു എൽ ഷേപ്പിലൊരു കെട്ടിടമാണ് ഈ ഹോട്ടൽ കെട്ടിടം. അതിനോട് അനുബന്ധമായിട്ടുള്ള നിരവധി പൂളുകൾ, ജാക്കൂസികൾ, ഇതൊക്കെ നമുക്കിങ്ങനെ താഴോട്ട് കാണാം. ആംഫി തിയേറ്ററുകൾ, 6-7 തീമിലുള്ള ബാറുകൾ, അടൽസൊള്ളിയായിട്ടുള്ള സ്വിമ്മിംഗ് പൂൾ വരെ ഉണ്ട് അവിടെ. അപ്പോൾ അത് അങ്ങോട്ട് ഞാൻ ക്യാമറയായിട്ട് പോകുന്നത് ശരിയല്ലാത്തതുകൊണ്ട് ഞാൻ പോയില്ല അവിടെ. ഇതെന്താണെന്ന് ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായി. അപ്പം ഹുസൈൻ പറഞ്ഞു തന്നു, അടൽസൊള്ളിയായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും നഗ്നരായിരിക്കും അവിടെ കിടക്കുന്നത്, അവർ വെയിൽ കൊള്ളാൻ വന്ന് കിടക്കുന്നതാണ്, അവിടേക്ക് ക്യാമറയൊക്കെ ആയിട്ട് പോകുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള ഫെസിലിറ്റികൾ മാത്രം നിറഞ്ഞ ഒരു ഗംഭീര പ്രോപ്പർട്ടി. ഇതിൻ്റെ അങ്ങേയറ്റം ഈ പുൽമേടങ്ങ് തീരുന്നത് കടൽ തീരത്താണ്, മെഡിറ്ററേനിയൻ കടലിൻ്റെ തീരം, അതിമനോഹരമായ നീല നിറത്തിലുള്ള കടൽ തീരം. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് അപ്പം ഞാൻ ഹുസൈനോട് പറഞ്ഞു, ഹുസൈൻ എനിക്ക് ഈ ഹോട്ടലിൻ്റെ പ്രോപ്പർട്ടിക്കകത്തൂടെ മുഴുവൻ ഒന്ന് ഷൂട്ട് ചെയ്താൽ കൊള്ളാവുന്നുണ്ട്, ഇത്രയും നല്ലൊരു പ്രോപ്പർട്ടി വന്നിട്ട് അതുതന്നെ ഒരു കാഴ്ചയാണല്ലോ. അപ്പോൾ ഹുസൈൻ അപ്പോൾ തന്നെ ഫ്രണ്ടിനെ വിളിച്ചു, എന്നിട്ട് ചോദിച്ചു. അപ്പോൾ അയാൾ ഒരു ഉദ്യോഗസ്ഥയെ പറഞ്ഞു വിട്ടു. അവർ വന്നു, ഞങ്ങൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവർ വന്നു, ഒരു ലേഡിയാണ്. അവർ പറഞ്ഞു, ഞാൻ നിങ്ങളെ ഇവിടെ എല്ലാം കാണിക്കാൻ പോവുകയാണ്, ഹോട്ടലിൽ മുഴുവൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് ഈ ഹോട്ടലിൻ്റെ ഓരോ ഭാഗവും, ലൈബ്രറി മുതൽ കിച്ചൺ, റെസ്റ്റോറൻറ്റുകൾ, വ്യത്യസ്തമായ റെസ്റ്റോറൻറ്റുകൾ, ഡാൻസ് ബാറുകൾ എന്ന് വേണ്ട എല്ലാ ഭാഗത്തൂടെയും കൊണ്ടുവന്ന് കാണിച്ചു. അതിമനോഹരമായ റിസോർട്ട്. ഞങ്ങളിങ്ങനെ നടക്കുമ്പോൾ ഹുസൈൻ പറഞ്ഞു, നമ്മളെ ഇന്നിവിടുന്ന് മടങ്ങണമെന്നാണ് നിങ്ങളുടെ ഷെഡ്യൂള്, പക്ഷേ നമുക്ക് ഒരു ദിവസം കൊണ്ട് ഇവിടെ താമസിച്ചാലോ? ഇന്നലെ രാത്രി വന്ന് ഇന്ന് രാവിലെ ഇത്രയും മനോഹരമായ സ്ഥലത്ത് നിന്ന് ഇറങ്ങിപ്പോകുന്നത് അതൊരു നഷ്ടമല്ലേ? നിങ്ങൾ ഇന്ന് പാഫ് ഹൗസിലെ ഷൂട്ടെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് വൈകിട്ട് ഇവിടെ വന്ന് വീണ്ടും താമസിക്കാം. അപ്പോൾ എൻ്റെ ഒരു ഷെഡ്യൂൾ അനുസരിച്ച് ഇന്ന് കൊണ്ട് പാഫ് ഹൗസ് തീർത്തിട്ട് രാത്രി വൈകി ലാർനാക്കയിലെത്തണം. എന്നിട്ട് പാതിരാത്രി കഴിയുന്ന സമയത്ത് ലാർനാക്കയിൽ നിന്നൊരു ഗൾഫ് എയർ വിമാനം നാട്ടിലേക്കുണ്ട്, അതായത് ബഹ്റിൻ വഴി കൊച്ചിയിലേക്കുണ്ട്, അതിൽ പോകണം. കാരണം ഇപ്പോൾ തന്നെ 4 ദിവസമാകുന്നു, ഇത് 4ാമത്തെ ദിവസമാണ്. എനിക്ക് ഈ സൈപ്രസ് പോലുള്ള ചെറിയ രാജ്യത്തിൽ 4 ദിവസത്തിൽ കൂടുതൽ സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. മാത്രമല്ല എനിക്ക് നാട്ടിൽ ചെന്നിട്ട് ഉടൻ തന്നെ ഡൽഹിക്ക് പോകണം. ഡൽഹിയിൽ അന്ന് ചാനലിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്ന ദിവസങ്ങളാണ്. അപ്പോൾ എന്തൊക്കെ അടിയന്തര കാര്യങ്ങൾക്ക് വേണ്ടി എനിക്ക് ഡൽഹി ചെല്ലാൻ വേണ്ടി അതിനുള്ള ടിക്കറ്റൊക്കെ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇന്ന് എനിക്ക് ചെന്നൈ പറ്റൂ, നിർബന്ധമാണ്. അപ്പം ഹുസൈന് അല്പം നിരാശയുണ്ട് മുഖത്ത്. കാരണം ഇന്നലെ ഒരു ദിവസമേ, ഇന്ന് ഈ ഒരു രാത്രിയെ ഞങ്ങൾ ഒന്നിച്ചുണ്ടായിട്ടുള്ളൂ, ഇന്ന് പകലുമേ ഉള്ളൂ. 2-3 ദിവസം ഒന്നിച്ച് നമുക്ക് ഇവിടെ താമസിക്കാം, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, ഏത് സഹായം കിട്ടാനും ആളുകളുണ്ട്, അത്രയേറെ സൗഹൃദങ്ങളും ബന്ധങ്ങളും ഹുസൈൻ അവിടെയുണ്ട്. ആ ബന്ധങ്ങളെല്ലാം പ്രയോജനപ്പെടുത്താതെ തിരിച്ചു പോകുന്നത് നഷ്ടമാണെന്നാണ് ഹുസൈൻ പറയുന്നത്. അത് സത്യവുമാണ്. ഏതായാലും നമുക്ക് ഈ പാഫ് ഹൗസിൻ്റെ ഹാർബർ ഏരിയ ഒന്ന് കാണണം. ഞാൻ വായിച്ചിട്ടുണ്ട്, ഹാർബർ ഏരിയയാണ് ടൂറിസത്തിൻ്റെ ഏറ്റവും സജീവമായ സ്ഥലം. അങ്ങനെ ഞങ്ങൾ വണ്ടിയെടുത്തു. ഈ ഹാർബർ ഏരിയ കുറച്ച് ദൂരമുണ്ട്. ഈ ഹാർബർ ഏരിയയിൽ ചെല്ലുമ്പോഴത്തേക്കും നേരെ ഒരു 11 മണിയൊക്കെ കഴിഞ്ഞു. പക്ഷേ ഈ ഹാർബർ ഏരിയ വലിയൊരു പ്രൊമനേഡാണ്, അതായത് കടൽ തീരമാണ്, ഒരു ഉൾക്കടൽ ഇങ്ങനെ കയറി കിടക്കുകയാണ്, ഒരു റാ പോലെ. അതിന് ചുറ്റും ഇങ്ങനെ നടക്കാവുന്ന വാക്കിംഗ് സ്ട്രീറ്റുകളാണ്. ഈ വാക്കിംഗ് സ്ട്രീറ്റിൻ്റെ വശങ്ങളിൽ മുഴുവൻ നിരവധി റെസ്റ്റോറൻറ്റുകളാണ്. യൂറോപ്പിലൊക്കെ നമ്മൾ കാണുന്ന ബിയർ ഗാർഡനുകൾ പോലത്തെ റെസ്റ്റോറൻറ്റുകൾ, കുടകളൊക്കെ നാട്ടി അതിൻ്റെ അടിയിൽ മുഴുവൻ നല്ല വിരികൾ വിരിച്ച മേശകളും കസേരകളും ഒരുക്കി ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അവിടെയൊക്കെ ഉച്ചഭക്ഷണത്തിനായി ചിലരൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ബാക്കിയെല്ലാം ഒരുക്കി കത്തിയും മുള്ളും പ്ലേറ്റും ഒക്കെ വെച്ച് അലങ്കരിച്ച് വെച്ചുകൊണ്ടിരിക്കുന്നു. മറ്റേ സൈഡിൽ ഈ പ്രൊമനേഡിൻ്റെ ഒരു സൈഡിൽ തീരത്തോട് ചേർന്ന ഭാഗത്ത് മുഴുവൻ നിരവധി കിയോസ്കുകളാണ്, ചെറിയ കിയോസ്കുകൾ. അവിടെയൊക്കെ ധാരാളം ടൂറിസ്റ്റുകളുണ്ട്. ടൂറിസ്റ്റുകൾ മാത്രമല്ല, ആ നാട്ടുകാരുണ്ട്. അവരൊക്കെ ടൂർ സംഘടിപ്പിക്കുന്നവരാണ്. അവരുടെ കിയോസ്കുകളാണ്. എന്തൊക്കെ ടൂറുകളാണെന്നറിയാമോ? ഗെയിം ഫിഷിംഗ് എന്ന് പറയും. അതായത് ചെറിയ ബോട്ടുകളുണ്ട്. ഈ ബോട്ടുകളിൽ നമുക്ക് വാടകയ്ക്ക് എടുക്കാം. അത് ഒരു ഫുൾ ഡേ വേണമെങ്കിൽ എടുക്കാം, 3 മണിക്കൂർ എടുക്കാം, 6 മണിക്കൂർ എടുക്കാം, 8 മണിക്കൂർ എടുക്കാം. ഇങ്ങനെ വാടകയ്ക്ക് എടുത്തു കഴിഞ്ഞാൽ ചൂണ്ടയിട്ട് മീൻ പിടിക്കാനുള്ള സന്നാഹങ്ങളൊക്കെ ആയിട്ട് അവരും കൂടെ വരും. നമുക്ക് പോകാം, പുറംകടലിലേക്ക് പോകാം, അല്ലെങ്കിൽ കടൽ തീരത്ത് കുറച്ച് ഉള്ളിൽ പുറത്തേക്ക് മാറിയിട്ട് ചൂണ്ടയിടാം, മീൻ പിടിക്കാം. ഗെയിം ഫിഷിംഗ് സഫാരികൾ എന്നാണ് അതിൻ്റെ പേര്. അതുകൂടാതെ ജോളി റോജർ 2 എന്ന് പറയുന്ന ഒരു പായ്ക്കപ്പൽ അവിടെ കിടപ്പുണ്ട്, ചെറിയൊരു പായ്ക്കപ്പൽ. ഇത് പൈറേറ്റ് ക്രൂസ് എന്ന് പറയുന്നൊരു പരിപാടിയാണ്. ആ കപ്പലിൽ കയറി കഴിഞ്ഞാൽ ലഞ്ചിൻ്റെ സമയത്താണ് ഇത് പുറപ്പെടുക. പക്ഷേ ഞങ്ങളവിടെ ചെല്ലുമ്പോഴത്തേക്കും ഈ കപ്പൽ പുറപ്പെട്ട് കഴിഞ്ഞു, അവിടുന്ന് അനങ്ങി തുടങ്ങി കഴിഞ്ഞു. അതായത് ഒരു 11:30-12 മണി ആയപ്പോഴത്തേക്ക് ഇത് യാത്രയായി, ആളുകളെല്ലാം നിറഞ്ഞു. ഇതിൻ്റെ ഡെക്കിലെല്ലാം ആളുകളുണ്ട്. പുറപ്പെടുമ്പോൾ തന്നെ മനോഹരമായ മ്യൂസിക്, ഗംഭീരമായ വൈബ്രൻ്റായ മ്യൂസിക്കുമായിട്ടാണ് ഇത് പുറപ്പെടുന്നത്. മ്യൂസിക്, ഡാൻസ്, ലഞ്ച്, അത്യാവശ്യം മദ്യം, ഇതൊക്കെ ആയിട്ട് 2-3 മണിക്കൂർ കടലിൽ കൂടെ ചുറ്റിയിട്ട് ഇവരൊരു 2 മണി കഴിയുമ്പോഴത്തേക്കും തിരിച്ചു വരും. ഇതിനിടയ്ക്ക് ലഞ്ചും സെർവ് ചെയ്യും. കൂടാതെ വൈകിട്ട് ഡിന്നർ ക്രൂസ് നടത്തുന്നുണ്ട്. ഇത് നേരത്തെ ബുക്ക് ചെയ്യേണ്ടതായിരുന്നു മനസ്സിലായി, അല്ലായിരുന്നെങ്കിൽ ഞാൻ കൂടെ അത് കയറായിരുന്നു. അതുകൂടെ തന്നെ ഗ്ലാസ് ബോട്ടം ബോട്ടുകളുണ്ട്. ഈ പാഫ് ഹൗസിലൊക്കെ നദികൾ അധികമില്ല, അതുകൊണ്ട് തന്നെ കടൽ തീരങ്ങളെല്ലാം നല്ല പളുങ്ക് ജലമാണ്. അടിത്തട്ട് നമുക്ക് കാണാം.
ചുണ്ണാമ്പ് കല്ലുകളുമാണല്ലോ അവിടുത്തെ തീരങ്ങളിലൊക്കെ, ചുണ്ണാമ്പ് പാറകളാണ്. അപ്പം നല്ല വെളുത്ത ചുണ്ണാമ്പ് പാറകളാണ് കടലിനടി. അപ്പം നല്ല പളുങ്ക് വെള്ളം. അതിൻ്റെ മുകളിലൂടെ ഈ ബോട്ടിൽ പോകുമ്പോൾ ബോട്ടിൻ്റെ അടിഭാഗം ചില്ലാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ബോട്ടിൽ നിന്ന് താഴേക്ക് നോക്കിയാൽ കാണുന്നത് മുഴുവൻ കടലിൻ്റെ അടിത്തട്ടും അതിനകത്തെ മത്സ്യങ്ങളുടെ ബാഹുല്യമാണ്. പലതരം മത്സ്യങ്ങൾ, ചിലയിടത്ത് കോറൽ റീഫുകളുണ്ട്. അപ്പോൾ ഇത് കണ്ടുകൊണ്ടുള്ള ഒരു 1-2 മണിക്കൂർ യാത്ര നടത്താം. ഇതുമാത്രമല്ല, ഈ കടലിലുള്ള ആക്ടിവിറ്റീസ് മാത്രമല്ല, തീരത്തുള്ള ജീപ്പ് സഫാരികളുണ്ട്. ഇവിടുന്ന് ഈ പാഫോസിൽ നിന്ന് മലമ്പ്രദേശങ്ങളിലേക്ക് കയറിപ്പോകാം. അപ്പോൾ ഇതിൻ്റെ എല്ലാം കൗണ്ടറുകൾ, ബുക്കിംഗ് എടുക്കുന്ന സ്ഥലങ്ങളാണ് ഈ വഴിയരികിൽ മുഴുവൻ കാണുന്നത്. നമ്മളിപ്പോൾ അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ കാണുന്നത് ടൂറിസത്തിന് വേണ്ടി മാത്രം ഒരു നഗരം എങ്ങനെ ഒരുക്കി വെച്ചിരിക്കുന്നതാണ്. അങ്ങേയറ്റത്തൊരു കോട്ടയുണ്ട്, പാഫോസ് കോട്ട. ഈ പാഫോസ് കോട്ടയിലേക്ക് ചെന്നു. ഈ പാഫോസ് കോട്ട ബൈസൻറ്റൈൻ കാലഘട്ടത്തിൽ പണിതാണ്. ബൈസൻറ്റൈൻ കാലഘട്ടം, പിന്നെ ഓട്ടോമൻ കാലഘട്ടം, ഇങ്ങനെ പല കാലഘട്ടങ്ങളിൽ യൂറോപ്പും പ്രത്യേകിച്ച് മധ്യേഷ്യയിലൊക്കെ ഭരണം നടത്തിയിട്ടുണ്ട്. ബൈസൻറ്റൈൻ രാജാക്കന്മാർ കൂടുതലും ക്രിസ്ത്യൻ ഭരണാധികാരികളായിരുന്നു. അവരുടെ കാലത്ത് പണിതൊരു കോട്ടയാണ്. പക്ഷേ പിന്നീട് വെനീസുകാർ ഇവിടെ പിടിച്ചടക്കി കഴിഞ്ഞപ്പോൾ വെനീസുകാർ ആ കോട്ട ശ്രദ്ധിച്ചില്ലെന്ന് മാത്രമല്ല, ആ കോട്ടയിൽ നിന്ന് കല്ലൊക്കെ ഇളക്കി വേറെ കെട്ടിടമൊക്കെ പണിതു. എന്നാൽ അതിനുശേഷം ഈ ഓട്ടോമൻ തുർക്കികൾ ഈ രാജ്യം പിടിച്ചടക്കി കഴിഞ്ഞപ്പോൾ അവർ വീണ്ടും കോട്ടയെ ശക്തിപ്പെടുത്തി. ഈ ഓട്ടോമൻ തുർക്കികളിൽ നിന്ന് കുറേ കാലത്തേക്ക് ബ്രിട്ടീഷുകാർ ഈ കോട്ട വാടകയ്ക്കെടുത്തു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രിട്ടനിലേക്ക് ഉപ്പ് കൊണ്ടുവരുന്നത് ഈ സൈപ്രസിൽ നിന്നാണ്. സൈപ്രസിൽ ഉപ്പ് കുറുക്കും, നല്ല വെയിലല്ലേ. ഞാൻ ഇപ്പോൾ ചെല്ലുന്ന ആ ദിവസങ്ങളിൽ പോലും 42-43 ഡിഗ്രി സെൽഷ്യസ് ആണ് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഉപ്പ് ഇവിടുന്ന് യൂറോപ്പിലേക്ക് കൊണ്ടുവരുന്ന ഒരു കാലമുണ്ട്. അപ്പോൾ ഈ ഉപ്പ് സൂക്ഷിക്കാൻ വേണ്ടി ഈ കോട്ട നിലനിർത്തിയിരുന്നു ബ്രിട്ടീഷുകാർ, വാടകയ്ക്കെടുത്തിരുന്നു. ഞാൻ ഈ കോട്ടയ്ക്കകത്ത് കയറി കോട്ടയ്ക്കകത്തെ കാഴ്ചകളൊക്കെ ചിത്രീകരിച്ചു, പല കാലഘട്ടത്തിൻ്റെ ചരിത്രങ്ങൾ ഓർത്തു. ഈ കോട്ടയ്ക്ക് പല നിലകളാണ്. അതിൻ്റെ ഏറ്റവും അടിയിലത്തെ നില മുഴുവൻ ജയിലറകളാണ്. പല കാലഘട്ടങ്ങളിൽ പല ഭരണാധികാരികൾ അവരുടെ തടവുകാരെ പാർപ്പിച്ചിരുന്ന ജയിലറകളുണ്ട്, പീരങ്കി പൂത്തുകളുണ്ട്, അവിടെയൊക്കെ പീരങ്കികളുണ്ട്. ഇതൊക്കെ ഷൂട്ട് ചെയ്ത്, അതൊക്കെ ഒരു ചരിത്ര കാഴ്ചകളാണ്. അതെല്ലാം ചിത്രീകരിക്കണം. അതെല്ലാം ചിത്രീകരിച്ചു, തിരിച്ചിറങ്ങി വന്നു. തിരിച്ച് ഈ ഷൂട്ടെല്ലാം കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോഴേക്കുണ്ടല്ലോ, നമ്മൾ അങ്ങ് പോകുമ്പോൾ കാലിയായി കിടന്ന മേശകളിൽ മുഴുവൻ ആളുകൾ നിറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഈ പാഫോസിൽ ഒരു ആർക്കിയോളജിക്കൽ സൈറ്റ് ഉണ്ടെന്ന് നമുക്കറിയാം. ഞാൻ ഈ ആർക്കിയോളജിക്കൽ സൈറ്റിലേക്ക് നടക്കുകയാണ്. ഇപ്പോൾ ഈ തീരത്തുനിന്ന് കുറച്ച് പുറകോട്ട് നടക്കണം, ഒരു ചെറിയ കുന്ന് കയറണം. അവിടെ വലിയൊരു റിസപ്ഷൻ സെൻ്ററുണ്ട്, ആളുകൾ വെൽക്കം സെൻ്ററുണ്ട്. അവിടുന്ന് ടിക്കറ്റ് എടുക്കണം. അവിടെ ഈ ആർക്കിയോളജിക്കൽ സൈറ്റിൻ്റെ ചരിത്രമെല്ലാം വിവരിക്കുന്നുണ്ട്. നമുക്ക് നടക്കാനുള്ള ഗംഭീരമായ വഴികളുണ്ട്, ഫുട്പാത്തുകളുണ്ട്. വളരെ ശാസ്ത്രീയമായിട്ട് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റാണ്, വളരെ ഗംഭീരമായിട്ട് ഒരുക്കി വെച്ചിരിക്കുന്നു. ഈ ഹെറിറ്റേജ് സൈറ്റ് കണ്ടെത്തുന്നതിലൊരു കഥയുണ്ട്. ഈ കുന്നിൻ ചെരുവുകളിൽ പണ്ട് ഏതാണ്ടൊരു 10-40-50 കൊല്ലം മുമ്പ് ആരോ കൃഷി ഇറക്കാൻ വേണ്ടി കിളയ്ക്കുമ്പോഴാണ് കുറേ പുരാതന നഗരത്തിൻ്റെ അവശിഷ്ടങ്ങളായ ചില തൂണുകളുടെയൊക്കെ കഷ്ണങ്ങൾ കിട്ടുന്നത്. പിന്നീട് ഇവർ ഉത്ഖനനം നടത്തി, യൂറോപ്പിലെ പ്രശസ്തമായ ചില യൂണിവേഴ്സിറ്റികളുടെയൊക്കെ സപ്പോർട്ടോടുകൂടി, സഹായത്തോടുകൂടി ഉത്ഖനനം നടത്തി കഴിഞ്ഞപ്പോഴാണ് ഒരു കാലഘട്ടത്തിൽ പാഫോസിൻ്റെ നഗരഹൃദയം ഈ ഭാഗമായിരുന്നു തിരിച്ചറിയുന്നത്. അവിടെ മുഴുവൻ റോമൻ കാലഘട്ടത്തിൽ പണിത കൊട്ടാരക്കെട്ടുകൾ, നഗരവീഥികൾ, തെരുവുകൾ, കച്ചവട സ്ഥലങ്ങൾ, ഇതിൻ്റെ എല്ലാ അവശേഷിപ്പുകളാണ്. മനോഹരമായ സ്ട്രീറ്റുകൾ, രണ്ടു വശത്തും അതിഗംഭീരമായ പ്രഭു കുടുംബങ്ങൾ, വീടുകൾ. ആ വീടുകളുടെയൊക്കെ തറ എന്ന് പറയുന്നത് ഇന്നത്തെ ഫ്ലോറിംഗ് ടെക്നോളജിയേക്കാൾ ഗംഭീരമായ മൊസൈക്ക് ചിത്രങ്ങൾ കൊണ്ട്, അന്നത്തെ കാലഘട്ടത്തിൻ്റെ ജീവിതം പ്രതിഫലിപ്പിക്കുന്ന മൊസൈക്ക് ചിത്രങ്ങൾ, ഇതൊക്കെ ആയിട്ട് ഒരുക്കി വെച്ചിരിക്കുകയാണ്. അതിമനോഹരമായൊരു നഗരം അവിടെ ഉണ്ടായിരുന്നുള്ളതിൻ്റെ ശേഷിപ്പുകളാണ്. അവിടെ ഞാൻ ഷൂട്ട് ചെയ്ത് നടക്കുമ്പോൾ ശ്രദ്ധിക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. ഈ നട്ടുച്ച നേരത്ത് ഞാൻ മാത്രം അവിടെ കാണുള്ളൂ എന്ന് വിചാരിച്ചാൽ ഞാൻ കയറി ചെല്ലുന്നത്. പക്ഷേ അവിടേക്ക് എത്തിയിരിക്കുന്നത് മുഴുവൻ ടൂറിസ്റ്റുകളാണ്. ടൂറിസ്റ്റുകൾ നിറഞ്ഞൊഴുകുകയാണ് ഈ ചൂടത്ത്, ഈ നട്ടുച്ചയ്ക്ക്. അതെല്ലാം നടന്ന് വെയിൽ കൊണ്ട് ഈ ചരിത്രമെല്ലാം പഠിച്ച് ആസ്വദിച്ച് അതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലേക്കെല്ലാം പോയി അതിൻ്റെ അവശേഷിപ്പുകളെല്ലാം കണ്ട് ചരിത്രത്തെ മനസ്സിലേക്ക് ആവഹിച്ച് കുറേ നേരം നടന്നതിന് ശേഷം നേരെ ഈ മലയിറങ്ങി താഴേക്ക് വരും. എന്നിട്ട് ഇവിടുത്തെ ഈ റെസ്റ്റോറൻറ്റുകളിൽ, ഈ റെസ്റ്റോറൻറ്റുകളിലും ബിയർ ഗാർഡനുകളിലും നിരന്നിരിക്കും. ആ ക്ഷീണം മാറ്റാൻ വേണ്ടി ഒരു കുപ്പി ബീറും വാങ്ങിച്ച്, തണുത്ത ബീറും കുടിച്ച് കുറേ നേരം അവർ കഥ പറഞ്ഞ് ആ ചരിത്രത്തിൻ്റെ ഓർമ്മകളിൽ അങ്ങനെ മുഴുകിയിരിക്കും. ആ പ്രദേശത്തിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വിഭവം ഓർഡർ ചെയ്യും. അതും കഴിച്ച് വെയിലാറുന്നത് വരെ ഈ റെസ്റ്റോറൻറ്റിൻ്റെ തിണ്ണയിലിരിക്കും. വീണ്ടും അടുത്ത ചരിത്ര സ്ഥലത്തേക്ക് പോകും. ഞാൻ തിരിച്ച് കാറിൻ്റെ അടുത്തേക്ക് എത്തുമ്പോഴത്തേക്കും AC ഒക്കെ ഓൺ ചെയ്തിട്ട് സുഖമായിട്ട് ഹുസൈൻ ഉറങ്ങുന്നുണ്ട്. ഞാൻ ഹുസൈനെ വിളിച്ച് എഴുന്നേൽപ്പിച്ചു. നമുക്കിനി ടൂംസ് ഓഫ് ദ കിങ്സ് എന്ന് പറയുന്ന സ്ഥലത്തേക്കൂടെ പോകണം. അന്ന് കാറിനകത്തൊരു GPS സിസ്റ്റമൊക്കെ ഉണ്ട്. അതിട്ട് നോക്കിയിട്ട് കാണിക്കുന്നില്ല ഈ സ്ഥലം. പിന്നെ എവിടെയൊക്കെയോ കുറേ നേരം ചുറ്റി നടന്ന് ഒരു പള്ളിയുടെ മുമ്പിൽ ചെന്ന് വിടുന്നു. ആ പള്ളിയുടെ മുമ്പിൽ ഒരു ഈ കൊന്തയും കുന്തിരിക്കവും മെഴുകുതിരിയും ഒക്കെ ആയിട്ടിരിക്കുന്ന ഒരാളോട് ഹുസൈൻ ചെന്ന് കഥയൊക്കെ ചോദിച്ച് മനസ്സിലാക്കി അങ്ങനെ വഴി കണ്ടുപിടിച്ചു. അവിടെ ഒരു 10-12 കേവുകളാണ്, ബെറിയൽ സൈറ്റുകളാണ്. അത് ടൂം നമ്പർ 1, ടൂം നമ്പർ 2 എന്ന് പറഞ്ഞ് അങ്ങനെ നമ്പർ ഇട്ട് വെച്ചിരിക്കുകയാണ്. 12 എണ്ണമാറ്റമുണ്ട്. അതിൽ ടൂം നമ്പർ 1ലേക്ക് നമ്മൾ കയറി ചെല്ലുമ്പം ഈ ടൂമെല്ലാം ഭൂമിക്കടിയിലാണ്. നമ്മൾ മുകളിൽ നോക്കി ഒന്നും കാണില്ല. നമ്മളിങ്ങനെ ചെല്ലുന്നു കഴിയുമ്പം കുറേ സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ
ആ സ്റ്റെപ്പ് ഇറങ്ങി ചെല്ലുന്നത് ഒരു കെട്ടിടത്തിൻ്റെ നടുമുറ്റത്തേക്ക് ഇറങ്ങി ചെല്ലുന്നത് പോലെയാണ്. അതിന് ചുറ്റും ഇതെല്ലാം പാറയാണെന്ന് ഓർക്കണം. ഈ പാറയിൽ കൊത്തിയെടുത്ത നിരവധി കെട്ടിടങ്ങളുടെ മുഖപ്പുകളാണ് നമ്മൾ കാണുന്നത് നടുമുറ്റം. അവിടുന്ന് പല വഴിയിലേക്ക് കെട്ടിടങ്ങളുടെ ഈ മുഖപ്പോട് കൂടിയ ഭാഗം കൊത്തിവെച്ചിരിക്കുക. അതിൻ്റെ ഉള്ളിൽ ഓരോ ഈ പറഞ്ഞ ടൂമ്പ് കോംപ്ലക്സിൻ്റെയും അകത്ത് 10, 20, 30 ടൂമ്പുകളുണ്ട്. അത് ഈ പാറയിൽ കൊത്തിയെടുത്ത പൊത്തുകളാണ്. ഇതിനകത്തായിരുന്നു പണ്ട് കാലത്ത് പ്രമാണിമാരെ സംസ്കരിച്ചിരുന്നത്. അപ്പോൾ ഇവരെ സംസ്കരിക്കുന്നതിന് മുമ്പുള്ള സംസ്കാര ശുശ്രൂഷകൾ അല്ലെങ്കിൽ സംസ്കാര പ്രാർത്ഥനകൾ, ചടങ്ങുകൾ ഇതൊക്കെ നടത്തുന്ന ഈ നടുമുറ്റത്ത് വെച്ചാൽ അതിനുശേഷം അതെല്ലാം കഴിയുമ്പോൾ ഈ മൃതദേഹം ഈ പൊത്തിനകത്തേക്ക് കയറ്റി വെക്കും. അങ്ങനെ ഒരു കുടുംബത്തിൻ്റെ അല്ലെങ്കിൽ ഒരു പ്രമാണി കുടുംബത്തിൻ്റെയൊക്കെയാണ് ഈ ഓരോ ടൂമ്പുകളും. അതിനകത്തെ നിരവധി കല്ലറകളുണ്ട് ആ കുടുംബാംഗങ്ങളെയൊക്കെ സംസ്കരിക്കുന്നത്. ഇത് ടൂംസ് ഓഫ് ദ കിങ്സ് എന്നാണ് പറയുന്നതെങ്കിലും രാജാക്കന്മാരെ ഒന്നും സംസ്കരിച്ചതായിട്ട് അറിയത്തില്ല. പക്ഷേ ആ നാട്ടിലെ പ്രഭുക്കന്മാരും പ്രമാണിമാരെയും ഒക്കെ ആയിരുന്നു സംസ്കരിച്ചിരുന്നത്. രാജാക്കന്മാരെ പോലെ തന്നെ ജീവിച്ചിരുന്ന ആളുകൾ. അപ്പോൾ ഇതിനകത്തേക്ക് കുറേ സ്റ്റെപ്സ് ഇറങ്ങി താഴേക്ക് ചെല്ലണം നമ്മൾ. അതിനകത്ത് ഓരോ ഗുഹയ്ക്കകത്തൂടെ നമുക്ക് നടന്ന് ഷൂട്ട് ചെയ്യാം. എന്നെപ്പോലെ വേറെയും ആളുകളുണ്ട്. അതൊരു അത്ഭുത ലോകമായിരുന്നു. അതുകൂടെ ഷൂട്ട് ചെയ്തില്ലായിരുന്നെങ്കിൽ വലിയൊരു നഷ്ടമായെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ തിരിച്ചു ഓടി കാറിലേക്ക് ചെല്ലുമ്പോഴത്തേക്ക് ഹുസൈൻ അടുത്ത ഉറക്കം കഴിഞ്ഞ് റെഡിയായിരിക്കുന്നു. ഞങ്ങൾ കാറിലേക്ക് കയറി ഞങ്ങൾ യാത്ര തുടരാൻ തീരുമാനിച്ചു. കുറച്ച് ദൂരം വണ്ടി അങ്ങ് ഓടിച്ചിട്ട് ഒരു തണലത്തേക്ക് മാറ്റി നിർത്തിയിട്ട് ഹുസൈൻ എൻ്റെ നേരെ നോക്കിയിട്ട് ചോദിച്ചു, ഞാൻ ഒന്നുകൂടെ ചോദിക്കുക, നമുക്ക് ഇന്ന് രാത്രി ഈ റിസോർട്ടിൽ താമസിച്ചിട്ട് പോയാൽ പോരെ? ഞാൻ പറഞ്ഞു പോരാ, പോകണം. കാരണം ഇതാണ്, പാതിരാത്രി കഴിഞ്ഞ് പുലർച്ചെയുള്ള ഫ്ലൈറ്റിൽ എനിക്ക് മടങ്ങണം. നമുക്ക് ഇനി കുറിയോൺ എന്ന് പറയുന്ന ഒരു പ്രധാന ചരിത്ര സ്ഥലത്തേക്ക് എത്തണം. അതുപോലെ തന്നെ ലിമോസോളിൻ്റെ ആ ബീച്ചുകൾ, കടൽത്തീരങ്ങൾ, അവിടുത്തെ ആഘോഷങ്ങൾ കാണണം. അത് കഴിഞ്ഞ് 1 മണിക്കൂർ അല്ലെങ്കിൽ കഷ്ടിച്ച് 3/4 മണിക്കൂർ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലാർനാക്കയിലെത്താം. അപ്പോൾ പാതിരാത്രി ആകുമ്പോഴത്തേക്ക് എന്നെ എയർപോർട്ടിൽ കൊണ്ടേ ആക്കിയാൽ മതി. അതുവരെ നമ്മൾ ഒന്നിച്ചുണ്ടല്ലോ. ഹുസൈൻ പറഞ്ഞു, നിങ്ങൾ ഇന്നിവിടെ നിൽക്കുകയായിരുന്നെങ്കിൽ ഒരു കാര്യം ഉണ്ടായിരുന്നു. നിന്നാൽ നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരാളെയും കൂടെ കാണാൻ പറ്റുമായിരുന്നു. ഞാൻ ചോദിച്ചു, അതാരാണ് ആൾ? അത് ഞാൻ പറയാം. നിങ്ങൾക്ക് ഉറപ്പാണോ? ഞാൻ പറഞ്ഞു ഉറപ്പാണ്, പോയേ പറ്റൂ. നമ്മൾ ഹോട്ടൽ ലീസിയത്തിലേക്ക് ചെന്നു, ചെക്കൗട്ട് ചെയ്തു, ലഗേജൊക്കെ എടുത്തു, വണ്ടിയെ വെച്ചു. അപ്പോഴത്തേക്ക് ഉച്ച കഴിഞ്ഞു, ഒരു 3 മണിയൊക്കെ കഴിഞ്ഞ് 3-3:30 കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഇനി കുറിയോൺ എന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. ഈ കുറിയോണിലേക്ക് അധിക ദൂരമില്ല, പക്ഷേ ആ മലമ്പ്രദേശങ്ങളാണ്, കുന്നുകളും താഴ്വരകളൊക്കെ കടന്നിങ്ങനെ പോവുകയാണ്. വരണ്ട പ്രദേശങ്ങളാണ്. ഞാൻ എപ്പോഴും യാത്ര ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം, ലോക ചരിത്രത്തിലൂടെ നമ്മളിങ്ങനെ സഞ്ചരിക്കുമ്പോൾ മനുഷ്യൻ്റെ സംസ്കാരങ്ങൾ ഉദയം ചെയ്തതെല്ലാം ഇത്തരത്തിലുള്ള വരണ്ട സ്ഥലങ്ങളാണ്. ബഹുഭൂരിപക്ഷവും, അപൂർവം ചില സ്ഥലങ്ങളില്ലെന്നല്ല, പക്ഷേ ബഹുഭൂരിപക്ഷവും കേരളം പോലെ ധാരാളം മഴ ലഭിക്കുന്ന ട്രോപ്പിക്കൽ കാലാവസ്ഥയുള്ള വൃക്ഷനിബിഡമായ സ്ഥലങ്ങളിലല്ല മാനവ സംസ്കാരങ്ങൾ ദീർഘകാലം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഉദയം ചെയ്തത്. ഒന്ന് ചരിത്രം പഠിച്ചു നോക്കി. ഇൻഡസ് വാലി സിവിലൈസേഷൻ പോലും നോക്കൂ, എത്ര സ്ഥലമാണ്. ഏതാണ്ട് ഒരു അർദ്ധ മരുഭൂമി പോലെ വരണ്ട പ്രദേശങ്ങളാണ് അതൊക്കെ, അല്ലാതെ വൃക്ഷനിബിഡമായ ഒരു ട്രോപ്പിക്കൽ പ്രദേശമല്ല. ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ, ഗ്രീക്ക് സിവിലൈസേഷൻ, മെസപ്പട്ടോമിയൻ സിവിലൈസേഷൻ, യൂഫ്രട്ടീസ് ടൈഗ്രീസ് സിവിലൈസേഷൻ, ഇങ്ങനെ നമ്മൾ ലിസ്റ്റ് എടുത്താൽ ഇതൊക്കെ പലതും ഇറാഖിൽ, ഇറാനിൽ, അല്ലെങ്കിൽ പേർഷ്യൻ സിവിലൈസേഷനുകൾ, ഇങ്ങനെ നമ്മൾ നോക്കിയാൽ ഈ പറഞ്ഞതെല്ലാം ഈ ഗ്രീസിലേതും ഈജിപ്തിലേതും ഒക്കെ ഇത്തരത്തിലുള്ള ചൈനീസ് സിവിലൈസേഷൻ നോക്കുക, അതും ഏകദേശം വരണ്ട ഭൂപ്രദേശങ്ങളാണ് രൂപം കൊണ്ടത്. അതിൻ്റെ കാരണം എന്താണ്? ഈ ട്രോപ്പിക്കൽ കാലാവസ്ഥയിൽ ജലം ഒരു ദൗർലഭ്യമില്ല, ഭക്ഷ്യവസ്തുക്കൾക്ക് ദൗർലഭ്യമില്ല, ധാരാളം ഫലങ്ങൾ, എന്ത് സാധനം കൃഷി ചെയ്താലും വിളയാനുള്ള സൗകര്യങ്ങൾ, ഫലഭൂയിഷ്ടമായ മണ്ണ്, ഇതുള്ളിടത്ത് മനുഷ്യനൊരു സംസ്കാരം വളർത്തേണ്ടതോ ടെക്നോളജി വളർത്തേണ്ടതോ ആവശ്യം വരുന്നില്ല. പ്രകൃതി എല്ലാം യഥേഷ്ടം വാരിക്കോരി കൊടുക്കുകയാണ്. എന്നാൽ ഈ വരണ്ട മരുഭൂ സമാനമായ സ്ഥലങ്ങളിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വെള്ളം ഒരു സ്ഥലത്തുനിന്ന് നിരവധി കിലോമീറ്ററുകളും മൈലുകളും അകലെയുള്ള ഒരു സ്ഥലത്തേക്ക് എത്തിക്കണമെങ്കിൽ പോലും അവർക്കൊരു ടെക്നോളജി വളർത്തിയേ പറ്റൂ. അക്വാഡക്റ്റുകൾ പോലുള്ള ടെക്നോളജികൾ കൊണ്ടുവരണം. ഇവിടെ നമ്മുടെ ഏത് വീടിൻ്റെയും മുറ്റത്തൊരു കുഴി കുത്തിയാൽ വെള്ളം കിട്ടും. അല്ലെങ്കിൽ നീർച്ചാലുകളുണ്ട്, കുഴി പോലും കുത്തണ്ട, മേൽക്കൂരെ വന്ന് വീഴുന്ന വെള്ളം ഒരു പാത്രം വെച്ച് പിടിച്ചാൽ മതി. അവിടെ അതല്ല, എവിടെയോ ഉള്ള വിദൂരതയിലുള്ള ഒരു അരുവിയിൽ നിന്ന് അക്വാഡക്റ്റ് എന്ന് പറയുന്ന ടെക്നോളജി ഡെവലപ്മെൻറ്റ്, അതിലൂടെ വേണം മനുഷ്യവാസമുള്ള സ്ഥലങ്ങളിലേക്ക് ഇത് എത്തിക്കാൻ. അതുപോലെ കെട്ടിടം നിർമ്മിക്കാൻ നമ്മുടെ ഇതുപോലെ വൃക്ഷനിബിഡമല്ല, ധാരാളം മരങ്ങളില്ല. നമ്മൾ മരം കൊണ്ട് കെട്ടിടം പണിതു, അതുകൊണ്ട് 100 കൊല്ലം 200 കൊല്ലം കഴിഞ്ഞപ്പോൾ അതെല്ലാം ദ്രവിച്ചു പോയി. അവരതിന് പകരം കല്ലുകൊണ്ട് കെട്ടിടം പണിതു, ശീല കൊണ്ട് കെട്ടിടം പണിതു, അതുകൊണ്ട് ഇന്ന് 2000 കൊല്ലം കഴിഞ്ഞു അത് നിലനിൽക്കുന്നു. അന്നത്തെ നിർമ്മാണ വൈഭവം, വൈദഗ്ധ്യം, പിരമിഡ് മുതൽ ഇങ്ങോട്ട് നോക്കൂ, എത്രയെത്ര നിർമ്മിതികളാണ്. അപ്പോൾ മനുഷ്യൻ ടെക്നോളജി വികസിച്ചത്, സാംസ്കാരികമായി വളർന്നതൊക്കെ, ഈ പ്രാകൃതാവസ്ഥയിൽ നിന്ന് വളർന്നതെല്ലാം ഈ പറഞ്ഞ തരത്തിലുള്ള പരീക്ഷണങ്ങൾ നടത്തുകയും കണ്ടുപിടുത്തങ്ങൾ നടത്തുകയും പുരോഗതി നേടുകയും ചെയ്ത സമൂഹങ്ങളെല്ലാം രൂപം കൊണ്ടത് ഇത്തരത്തിലുള്ള ഏതാണ്ട് വരണ്ട ഭൂപ്രദേശങ്ങളാണെന്ന് മനസ്സിലാവും.
അങ്ങനെ ആ ചിന്തകളിലൂടെ ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ കുറിയോൺ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തുകയാണ്. ഈ കുറിയോണിലേക്ക് പോകുമ്പോൾ ഒരു ചെറിയ സ്ഥലമുണ്ട്, അക്രോത്തിരി എന്ന് പറഞ്ഞൊരു സ്ഥലം കടന്നാണ് പോകുന്നത്. ഈ അക്രോത്തിരിയിൽ വേറൊരു രാജ്യമാണ്, നിങ്ങൾ വിശ്വസിക്കുകയില്ല. സൈപ്രസിനകത്ത് വേറൊരു ചെറിയ രാജ്യം, ബ്രിട്ടൻ്റെ ഒരു ഭൂപ്രദേശമാണ് അതിനകം. അവിടെ ഒരു 7000 ബ്രിട്ടീഷുകാർ താമസിക്കുന്നുണ്ട്, ബ്രിട്ടീഷ് സൈന്യമുണ്ട്. ബ്രിട്ടൻ ഈ നാടിന് സ്വാതന്ത്ര്യം കൊടുത്തിട്ട് പോകുമ്പോൾ ഒരു കണ്ടീഷൻ വെച്ചു, ഒരു 2 ഭൂപ്രദേശങ്ങൾ ഇവർക്ക് സ്വതന്ത്ര പരമാധികാര സ്ഥലമായിട്ട് വിട്ടുകൊടുക്കണം. അതൊരു പട്ടണത്തോളേ ഉള്ളൂ, അതിനകത്തൊരു 7000 ആളുകളും താമസിക്കുന്നുണ്ട്. അതെല്ലാം ബ്രിട്ടീഷ് പൗരന്മാരാണ്, ബ്രിട്ടീഷ് പട്ടാളക്കാരാണ്. അപ്പോൾ മെഡിറ്ററേനിയനിലെ തന്ത്രപ്രധാനമായ ഒരു സ്ഥലത്ത് അവർക്ക് വിട്ടുപോകാൻ മടിയായതുകൊണ്ട് അവരുടേതായ ഒരു പട്ടണം രൂപീകരിച്ച് അവിടെ തന്നെ താമസിക്കുകയാണ്. അതായത് സൈപ്രസിനകത്ത് മറ്റൊരു ബ്രിട്ടൻ. ആ പ്രദേശം കണ്ട് നമ്മൾ കുറിയോൺ എന്ന് പറയുന്ന ആർക്കിയോളജിക്കൽ സൈറ്റിലേക്ക് എത്തുമ്പോൾ അവിടെ 100 കണക്കിന് കാറുകൾ കിടക്കുകയാണ്. വഴിയോരങ്ങളിൽ മുഴുവൻ കാറ്, പാർക്കിംഗ് ഏരിയ നിറഞ്ഞ് കവിഞ്ഞ് കാറ്, ഒരു 100-300 കാറുകളെങ്കിലും ഉണ്ട് അവിടെ. അപ്പോൾ ഈ സന്ധ്യാകാറായപ്പോഴത്തേക്കും, ഈ സന്ധ്യാകാറായ സമയത്ത് ഒരു ആർക്കിയോളജിക്കൽ സൈറ്റിൽ ഇത്രയും കാർ കിടക്കാൻ സാധ്യതയില്ലല്ലോ എന്ന് ഞങ്ങൾക്കൊരു സംശയം വന്നു. ഞങ്ങൾ ഇടയ്ക്ക് ഒരു സ്ഥലം കണ്ടുപിടിച്ച് അടുത്ത് വണ്ടി കൊണ്ടുപോയി പാർക്ക് ചെയ്തിട്ട് ഇറങ്ങി അന്വേഷിക്കുമ്പം ഈ ആർക്കിയോളജിക്കൽ സൈറ്റിൽ, കുറിയോൺ ആർക്കിയോളജിക്കൽ സൈറ്റിൽ ഇന്ന് വൈകുന്നേരം ഒരു മ്യൂസിക് കൺസേർട്ട് നടക്കാൻ പോവുക. ഇപ്പോൾ ഉടനെ സന്ധ്യ കഴിയുമ്പോഴത്തേക്കും തുടങ്ങുകയാണ്. അവിടെ വലിയൊരു ആംഫി തിയേറ്റർ ഉണ്ട്. ഞാൻ പറഞ്ഞാൽ ഒരു ആർക്കിയോളജിക്കൽ സൈറ്റാണ്, ഗ്രീക്ക് കാലഘട്ടത്തിലെ ഒരു നിർമ്മിതിയാണ്. ആ ഗ്രീക്ക് കാലഘട്ടത്തിൽ വലിയൊരു തിയേറ്റർ ഉണ്ട് അവിടെ. ഈ തിയേറ്ററിൽ വൈകുന്നേരം ഒരു കൺസേർട്ട് നടക്കാൻ പോവുക. അതിനുവേണ്ടി ആളുകൾ വന്ന് നിറഞ്ഞുകൊണ്ടിരിക്കുക. അതുകൊണ്ട് തന്നെ അകത്തേക്കുള്ള വഴിയെല്ലാം ബ്ലോക്ക് ചെയ്തിരിക്കുക. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇറങ്ങി ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല, വലിയൊരു നിരാശയായി. പക്ഷേ വേറൊരു കൗതുകരമായ ചില കാഴ്ചകൾ അവിടെ കണ്ടു. ഈ വരുന്ന ആളുകളെല്ലാം ഓരോ തലയണയായിട്ടാണ് പോകുന്നത്. എൻ്റെയൊക്കെ ബാല്യകാലത്ത് ഉത്സവം കൂടാൻ നാട്ടുകാർ പോകുന്നത് പായൊക്കെ ചുരുട്ടി കഷത്തി വെച്ചുണ്ടായിരുന്നു. ഉത്സവപ്പറമ്പിൽ നാടകമോ ബാലയോ അല്ലെങ്കിൽ കഥാപ്രസംഗമോ ഒക്കെ നടക്കും. അത് 2-3 മണിക്കൂർ കാണും. അപ്പോൾ പിള്ളേരും സ്ത്രീകളൊക്കെ പലരും പകുതി കഴിയുമ്പോൾ ഉറങ്ങും. അപ്പോൾ ഉത്സവപ്പറമ്പിൽ വിരിച്ചിട്ട് കിടക്കാൻ വേണ്ടി പായായിട്ട് പോകുന്നൊരു കാലം ഞാൻ ഓർക്കുന്നുണ്ട്. എന്ന് പറഞ്ഞതുപോലെ ഈ സൈപ്രസുകാർ തലയണയൊക്കെ ആയിട്ട് കൺസേർട്ട് കൂടാൻ പോകുന്നു. സംഭവം എന്താണെന്ന് അന്വേഷിച്ചപ്പോൾ എന്താ അറിയോ, ഈ ആംഫി തിയേറ്റർ എന്ന് പറയുന്നത് കല്ലുകൊണ്ട് പണിതാണ്, നല്ല വെണ്ണക്കല്ല് കൊണ്ട് പണിത്. അതിന്ന് പകലത്തെ 42 ഡിഗ്രി സെൽഷ്യസിൽ ഇങ്ങനെ ചുട്ടുപഴുത്തിരിക്കുക. ഈ കൺസേർട്ട് കൂടാൻ വൈകുന്നേരം 6 മണി 5 മണിയൊക്കെ കഴിഞ്ഞ സമയമായിട്ടുള്ളൂ. അങ്ങോട്ട് ചെന്നാൽ അതിലിരിക്കാൻ പറ്റില്ല. ഇരിക്കണമെങ്കിൽ ഈ ഒരു കുഷൻ ഇട്ടിട്ട് വേണം ഇരിക്കാൻ. അതിനുള്ള കുഷനൊക്കെ ആയിട്ടാണ് ഇവർ പോകുന്നത്. ഒന്ന് ചൂട്, 2 കല്ലിൻ്റെ പുറത്ത് 2-3 മണിക്കൂർ നേരം ഇരിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ലല്ലോ. അപ്പോൾ എല്ലാവരും ഒരു കുഷനുമായിട്ടാണ് പോകുന്നത്. ഈ കാഴ്ചയെല്ലാം കണ്ട് ഞാൻ തിരിച്ച് കാറിൽ കയറി യാത്ര തുടങ്ങി. അപ്പോൾ കുറിയോണിൽ മനോഹരമായൊരു ബീച്ചുണ്ട്. അപ്പോഴത്തേക്ക് നേരെ സന്ധ്യയാകുന്നു. അപ്പോൾ ഹുസൈൻ പറഞ്ഞു, നമ്മളേതായാലും ഇന്ന് വൈകിട്ട് പിരിയാണ്, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ കുറിയോണിലെ ബീച്ചിൽ നമുക്ക് അത്താഴം കഴിക്കാം. നേരെ ഇരുട്ടി തുടങ്ങി. ഏതായാലും ലാർണാക്കയിലേക്കും അല്ലെങ്കിൽ ലിമോസോളിലേക്കൊക്കെ എത്തുമ്പോഴത്തേക്ക് ഇരുട്ടും. നമുക്ക് അത്താഴമൊക്കെ കഴിച്ചിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ച് വർത്തമാനമൊക്കെ പറഞ്ഞ് പയ്യെ പോകാം. ഞാനും സമ്മതിച്ചു. അങ്ങനെ ആ കുറിയോണിൽ ബീച്ചിൽ അവിടെ ഒരു റെസ്റ്റോറൻറ്റിൽ ഞങ്ങൾ പോയിരുന്നു. കഥകൾ പറഞ്ഞ് ഭക്ഷണം കഴിച്ച് കുറേ നേരം ഇരുന്നു. അപ്പോൾ ഹുസൈന് വീണ്ടും എൻ്റെ അടുത്ത് ചോദിച്ചു, നിങ്ങൾക്ക് നിർബന്ധമാണോ പോകണമെന്ന്? ഒരു ദിവസം കൂടെ നിങ്ങളിവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു കാര്യം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, എന്താണ്? അല്ല, ചില കാഴ്ചകളിലേക്ക് പോകാം, ചില ആളുകളെയൊക്കെ കാണാം, എൻ്റെ ചില സുഹൃത്തുക്കളെ പരിചയപ്പെടുത്താം. സുഹൃത്തുക്കളെയൊക്കെ പരിചയപ്പെടണമെന്ന് എനിക്കുണ്ട്, പക്ഷേ ഏതായാലും എനിക്ക് പോയേ പറ്റൂ. അത്താഴമൊക്കെ കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് യാത്രയായി. രാത്രി വൈകി ഞങ്ങൾ ലാർണാക്കയിലെ എയർപോർട്ടിൽ എത്തി. എന്നെ അവിടെ ഇറക്കി വിട്ട് ഹുസൈൻ പോരുന്നില്ല. ഹുസൈൻ അവിടെ താമസിക്കുകയാണ്. 2 ദിവസം കഴിഞ്ഞേ ഹുസൈൻ വരുന്നുള്ളൂ. ഹുസൈനോട് യാത്ര പറഞ്ഞ് ഞാൻ ഫ്ലൈറ്റിൽ മടങ്ങി തിരിച്ച് നാട്ടിലെത്തി. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഇമെയിൽ വരുന്നു. അത് സൈപ്രസിൻ്റെ പ്രസിഡൻറ്റിൻ്റെ ഓഫീസിൽ നിന്നാണ്, രാഷ്ട്രത്തലവൻ്റെ ഓഫീസിൽ നിന്ന്. ആ കത്ത് ഏകദേശം ഇങ്ങനെയായിരുന്നു: എൻ്റെ പ്രിയ സുഹൃത്ത് ഹുസൈൻ, താങ്കളിവിടെ 3-4 ദിവസം ഉണ്ടായിരുന്ന കഥ പറഞ്ഞു. നമുക്ക് തമ്മിൽ കാണാൻ പറ്റാത്തതിലുള്ള ദുഃഖം ഞാൻ അറിയിക്കുന്നു. സൈപ്രസിൻ്റെ കാഴ്ചകളിലേക്ക് താങ്കൾ സഞ്ചരിച്ചു, ഹുസൈൻ സഹായം ചെയ്തുവെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഈ സൈപ്രസിനെ നിങ്ങളുടെ നാട്ടിൽ പരിചയപ്പെടുത്തുക. കൂടുതൽ ആളുകളോട് ഈ നാട്ടിലേക്ക് വരാൻ പറയുക. ഇനി ഒരിക്കൽ നിങ്ങൾ സൈപ്രസിലേക്ക് വരുന്നുണ്ടെങ്കിൽ നിശ്ചയമായും നമുക്ക് കാണണം, സംസാരിക്കണം. സൈപ്രസിൻ്റെ പ്രസിഡൻറ്റിൻ്റെ ഇമെയിലാണ്. ഞാൻ അന്തം വിട്ടിരുന്ന് അത് വായിച്ചു. ഒരു ദിവസം കൂടെ അവിടെ നിൽക്കാത്തത് കൊണ്ട് എനിക്കുണ്ടായ നഷ്ടം എന്താണെന്ന് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഒപ്പം ഹുസൈൻ എന്ന മലയാളിയുടെ ആ നാട്ടിലുള്ള ബന്ധങ്ങളുടെ ആഴവും. ജിബൂട്ടി, ഫിജി, ലെബനോൻ, എത്യോപ്യ, അർമേനിയ. സഞ്ചാരം വോളിയം നമ്പർ 17.
ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222.